ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ ചുരുക്കം പേരായിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ വരുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. പകൽ സമയത്തെ ബദ്ധപ്പാടുകൾക്ക് ശേഷം നിശ്ചയമായിട്ടും കർത്താവിനെയും അവിടുത്തെ വചനത്തെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ദൈവ പാദപീഠത്തിൽ ഇപ്രകാരം ദൈവവചന കേൾവിക്കായിട്ട് വന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് തുടർച്ചയായിട്ട് ചിന്തിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 7 മുതൽ 11 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് കഴിഞ്ഞ 2 ആഴ്ചകൾ നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആ വേദഭാഗം നമ്മൾ ധ്യാനിച്ചു. പ്രധാനമായിട്ട് അപ്പോസ്റ്റൽ ജെയിംസ് ഈസ് വാർണിംഗ് the people of God against being impatient in the real life situations. അതിനെക്കുറിച്ച്, അതായത് ദീർഘക്ഷമയോടെ ഇരിപ്പീൻ എന്നുള്ളതാകുന്ന ആ ബി പേഷ്യൻറ്റ് എന്നുള്ളതാകുന്ന ആ കാര്യം ആവർത്തിച്ച് യാക്കോബ് പറയുന്നു. So he is urging his audience to avoid the temptation of being impatient. Then he talks about in verse 8, a heart that is not established. Therefore he urges his audience to establish their hearts. And then he warns against another temptation, to be grumbling against the brethren, grumbling against one another. So he is warning them against that temptation too. And all this is given in the context of a very certain thing that would happen, because James says the Lord is at hand. The Lord's appearance, the Lord is coming soon. So ഏറ്റവും പ്രാധാന്യതയോടെ യാക്കോബ് പറയുന്ന കാര്യം, ബിക്കോസ് ദ ലോർഡ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച ആ കാര്യം ചിന്തിച്ചു. വൈ 2000 വർഷമായല്ലോ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. വൈ ദ ലോർഡ് ഈസ് കമ്മിങ്, നമ്മളത് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് അത് അവർക്ക് തെറ്റുപറ്റിയതല്ല, 1-ാം നൂറ്റാണ്ടിൽ തെറ്റുപറ്റിയതല്ല, ഒരു കാലഘട്ടത്തിലും തെറ്റല്ല. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ദ നെക്സ്റ്റ് തിങ് ആഫ്റ്റർ ദ death, resurrection and ascension and session of our Lord, നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധാനത്തിൽ അവിടുന്ന് പക്ഷവാതം ചെയ്യുന്നു. The next thing is, as far as our salvation is concerned, it is the coming of the Lord. That is the meaning. അല്ലാതെ 1-ാം നൂറ്റാണ്ടിൽ ആർക്കും തെറ്റുപറ്റിയതല്ല, ഇത്രയും നാളായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, അതല്ല. ദാറ്റ്സ് നോട്ട് ദ തിങ്. എന്ന് പറഞ്ഞാൽ ആ സാൽവേഷൻ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ആ രക്ഷണ്യ പ്രവൃത്തിയുടെ, ആ രക്ഷണ്യ വേലയുടെ പ്രവൃത്തിയിൽ, ആ പ്രവൃത്തിയിൽ ഇനി ഒറ്റ കാര്യമേ ശേഷിക്കുന്നുള്ളൂ, അത് കമ്മിങ് ഓഫ് ദ ലോർഡാണ്. അപ്പോൾ ഏത് ദൈവ പൈതലും ഏത് കാലഘട്ടത്തിലും കർത്താവിൻ്റെ വരവിനായിട്ട് അവൻ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് യാക്കോബ് അവിടെ പറയുന്ന കാര്യം, he gives 3 examples for
പേഷ്യൻസ്. ദീർഘക്ഷമയ്ക്കുള്ള 3 വളരെ പ്രായോഗികമാകുന്ന എക്സാമ്പിൾസ് ജെയിംസ് കൊടുക്കുന്നു. ഒന്ന് നമ്മൾ കണ്ടു, കൃഷിക്കാരൻ, എ ഫാർമർ, ഹൗ എ ഫാർമർ plants his seed and he waits for the time, for the day. പെട്ടെന്നല്ല, ഹറിയില്ല, he is waiting. അത് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് the prophets who spoke in the name of the Lord. കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാർ, അവരാണ് സഹിഷ്ണുതയുടെ നമ്പർ 1 എക്സാമ്പിൾ. No prophets in history was treated fairly by the people. No prophet. ഒരു പ്രവാചകനും അവനെപ്പോഴും കഷ്ടവും സങ്കടവുമായിരുന്നു. അതുകൊണ്ടാണ് ഒരുത്തനെ പ്രവാചകനായിട്ട് പറഞ്ഞപ്പം, യെരമ്യാവിനോട് പറഞ്ഞപ്പോൾ യെരമ്യാവിന് പറഞ്ഞു, അയ്യോ കർത്താവേ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല. കർത്താവ് പറഞ്ഞു, നോ, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ വേർതിരിച്ചേക്കുക. അതുകൊണ്ട് നമുക്കറിയാം. സോ പിന്നീട് എന്താണ് ജെറമായ, എലൈജ. ഇന്ന് വലിയ എലൈജയുടെ കാര്യമൊക്കെ എടുത്ത് പറയുമല്ലോ. വാട്ട് ഡസ് ദ ബൈബിൾ സ്പീക്ക്? മരിച്ചവരെ ഉയർപ്പിച്ചൊന്നും അല്ലല്ലോ ഇവിടെ പറയുന്നേ, ആണോ? ദീർഘക്ഷമ അല്ലേ? ദീർഘക്ഷമ. പ്രൊഫറ്റ്സ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ. അതല്ലേ സ്റ്റീഫൻ തൻ്റെ, എനിക്കറിയാം, ഇത് ആവർത്തിച്ചെന്നാ പറയുന്നതെന്നറിയോ? ഇത് ശരിക്കും കുറച്ച് പേരെ ഉള്ളെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറണം. കാരണം ശരിക്കും കയറിയാൽ പിന്നെ കുറച്ചൊക്കെ നിൽക്കും. ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞ ഉദാഹരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കരിയില പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കും, എന്നാലും ചിലയിടത്തെങ്കിലും ഇതാണി പോലെ തറയ്ക്കും. അതിനായി ആവർത്തിക്കുന്നത് കേട്ടോ. സ്റ്റീഫൻ എന്നാ പറഞ്ഞ, വാട്ട് ഡിഡ് സ്റ്റീഫൻ സേ? ഏത് പ്രവാചകന്മാരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളത്? ഓൾ പ്രോഫറ്റ്സ് ഹു സ്പോക്ക് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. യഹോവയുടെ നാമത്തിൽ. അതേസമയം യഹോവയുടെ നാമത്തിൽ എന്ന വ്യാജേന പറഞ്ഞവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം. റീഡ് ദ ബുക്ക് ഓഫ് പ്രോഫറ്റ്സ്. യെരമ്യാവിൻ്റെ പ്രവചനമൊക്കെ ഒന്ന് വായിക്കണേ വല്ലപ്പോഴും. വായിക്കുമ്പോൾ അതങ്ങ് മാറ്റിവെക്കരുത്. പഴയ നിയമമാണെന്നും പറഞ്ഞ് മാറ്റിവെക്കരുത്. സൈഡ് ബൈ സൈഡായിട്ട് വായിക്കണം. പഴയ നിയമവും പുതിയ നിയമവും സൈഡ് ബൈ സൈഡായിട്ട് വായിക്കണം. ഒരു ദിവസം തന്നെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വായിക്കണം. അപ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ. നെഗ്ലക്റ്റ് ചെയ്യരുത് ദൈവവചനത്തിൻ്റെ ഒരു ഭാഗവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ നമ്മളെ സംബന്ധിച്ച് പ്രയോജനമുള്ളതല്ല, പക്ഷെങ്കിൽ അതിനെല്ലാം അതിൻ്റെ സ്ഥാനമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, മൂന്നാമതായിട്ട് യോബിനെക്കുറിച്ച് 3 എക്സാമ്പിൾസ് പറയുക. ഇതെല്ലാം ഓൾ ദീസ് തിങ്സ് ആർ ഗിവൺ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോഡ്. ഞാൻ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ദ ലാസ്റ്റ് തിങ്സ് എന്നൊരു ടൈറ്റിലിൽ ഒരു സീരീസ് ഓഫ് ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനത് ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പോകുന്നില്ല. ചില കാര്യങ്ങൾ ഈ പറഞ്ഞതിനോടുള്ള ബന്ധത്തിലൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാരഗ്രാഫ്, അതിനുശേഷം നമ്മൾ ദൈവം അനുസരിച്ച് 12-ാം വാക്യം എന്ന് തുടർന്ന് ചിന്തിക്കുക. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ജെയിംസ് gets very practical. He is intensely practical.
ഇത് ഈ പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ലീഗലിസമാണെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നോ, ദിസ് ഈസ് നോട്ട് ലീഗലിസം. This is in the Word of God. And these commandments or these imperatives, things that we read in the Bible, really facilitates our sanctification. നമ്മുടെ വിശുദ്ധീകരണത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ ഇമ്പരറ്റീവ്സ് ഒക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കരുത് ഇത് ലീഗലിസമാണോ? നോ, അല്ല. നമ്മൾ വളരെ കൃത്യമായിട്ട്, കാരണം പോൾ ഇഷ്യൂ ചെയ്യുന്ന കമാൻഡ്സ് അല്ലെങ്കിൽ പീറ്റർ പറയുന്ന, നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം, വൈ ജെയിംസ് ഈസ് ഇഷ്യൂവിങ് ദിസ് വാർണിംഗ് ആൻഡ് ജെയിംസ് ഈസ് urging them to follow certain examples. It is all given in the context of a certain thing, a very certain thing. That is the coming of the Lord. കർത്താവിൻ്റെ വരവ് എന്നുള്ള ആ നിശ്ചയമാകുന്ന വിഷയമാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. Nothing in the New Testament is stated more emphatically and frequently than the return of our Lord. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വളരെ ഫ്രീക്വൻ്റായിട്ട്, നമ്മളത് കാണാത്തത് കൊണ്ടാണ്, ഏറ്റവും ഫ്രീക്വൻ്റായിട്ടും ഏറ്റവും ഉറപ്പിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ മടങ്ങിവരവാണ്. വൈ? അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ബിക്കോസ് സാൽവേഷൻ നമ്മുടെ രക്ഷ എന്നുള്ളതിൻ്റെ പൂർത്തീകരണം, ദ ലാസ്റ്റ് വർക്ക് ഓഫ് അവർ ലോർഡ് in relation to our salvation is his coming. കാരണം രക്ഷയുടെ ആ കർത്താവിൻ്റെ അത് ക്രൂശ്, അതിൽ തന്നെ in and of it itself the work on the cross is finished, no doubt about that. But this is the next thing, the final thing of our salvation is the coming of the Lord. അതുകൊണ്ടാണ്, that is the reason why the Lord's coming is emphatically and frequently stated in the New Testament. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഇത്ര ഉറപ്പിച്ചും വളരെ ഫ്രീക്വൻ്റായിട്ടും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. There are at least 300, at least it is stated, there are at least 300 times it is mentioned about the coming of the Lord in the New Testament alone. പുതിയ നിയമത്തിൽ മാത്രം ഏകദേശം 300 പ്രാവശ്യം യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. In other words, the coming of the Lord is the main thing and the plain thing. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമായിരിക്കുമ്പോൾ തന്നെ അത് വളരെ കൃത്യമായിട്ട്, വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The return of our Lord Jesus Christ is foundational to the gospel. If gospel is not complete without the return of our Lord Jesus Christ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന
ഒരു പക്ഷേ നിങ്ങൾ ചിലർക്ക് പാസ്റ്റർ TC ഈശോ, he was a very good Bible teacher. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായിട്ട്, വൺ ഓഫ് ദ ക്വാളിറ്റീസ് that I observed as a young boy was, we used to go out preaching the gospel. അപ്പോൾ dear children, I want to take you. Okay, are you ready? ഞാനിത് പല പ്രാവശ്യം കൊണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് we should go out. Okay, we should go out. നമുക്ക് പറ്റുന്നിടത്ത് സുവിശേഷം ഉറക്കെ പറയണം, ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുന്നിടത്ത് അത് ചെയ്യണം. ആർ യു റെഡി? നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ആർ യു റെഡി? ഓക്കെ, ദെൻ from next month onwards, one Sunday afternoon, we are setting apart for gospelization. Ready? കാരണം അത് ഒരു മോമെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ, അല്ലേ ഇതിങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ ഇങ്ങനെ ഇരിക്കും. വി ഹാവ് ടു ഗോ, വി ഹാവ് ടു ഗോ, വി ഷുഡ് ഗോ. ഓക്കെ, റെഡി? ഇത് കുറച്ച് നമ്മളങ്ങ് വെറുതെ ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് നമുക്കൊരു സംതൃപ്തി ഉണ്ടാക്കാനല്ല. നോ, വി ഹാവ് ടു ഗോ, വി ഹാവ് ടു ഗോ. നമുക്കത് പോയേ പറ്റൂ. ദാറ്റ്സ് ദ മെയിൻ തിങ്. ഓക്കെ, അപ്പോൾ ദ റിട്ടേൺ ഓഫ് ദ ലോർഡ് ഈസ് ഫൗണ്ടേഷണൽ ടു ദ ഗോസ്പൽ. ഞാനിത് പറയാൻ വന്നത് ഇതാണ്. അന്ന് ഞങ്ങൾ വെറുതെ കൈകൊണ്ടെഴുതിയ ഒരു പ്ലാക്കാർഡ് പിടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: യേശുക്രിസ്തു, ഓർമ്മയുണ്ടോ? പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. അടുത്തത് ഓർമ്മയുണ്ടോ? പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അടുത്ത ഓർമ്മയുണ്ടോ? രാജാവായി വേഗം വരുന്നു. ദിസ് വാസ് ദ ഗോസ്പൽ. ഇതായിരുന്നു സുവിശേഷം. അതായത് രാജാവായി കർത്താവ് വേഗം വരുന്നു. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഫൗണ്ടേഷണൽ ടു ദ ഗോസ്പൽ. ഓക്കെ, ഇത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. തെസ്സലോനിക്ക ലേഖനം മാത്രം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, just read 1 Thessalonians. Go home and read. ഇപ്പോഴല്ല, go home and read when you get spare time, not during your regular Bible study, but apart from that, read 1 Thessalonians. Okay, 2 Thessalonians അത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വായിക്കും എന്നെനിക്കറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, ആ 1 Thessalonians നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 5 അധ്യായങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, ക്രൈസ്റ്റ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ, ക്രൈസ്റ്റ് ഈസ് കമ്മിങ് അഗെയിൻ. ഇതാണ് നമ്മൾ കാണുന്നത്. ഈ 3 കാര്യങ്ങളാ: ക്രൈസ്റ്റ് ഡൈഡ്, ക്രൈസ്റ്റ് ഹാസ് റിസൺ, and Christ is coming again. That's why, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഫൗണ്ടേഷനാണ്. ക്രൂശ് പോലെ തന്നെ ഇത് ഫൗണ്ടേഷനാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ റിട്ടേൺ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് സെൻട്രൽ ടു ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് കർത്താവിൻ്റെ വരവ്. ഇത് പലപ്പോഴും, ബിക്കോസ് ഐ തിങ്ക് the devil is so cunning. The devil is so cunning because this main thing, he slowly
push us to the periphery, to the sidelines, by tampering with the essential truth in a way that create disinterest in the absolute factuality of it. അതായത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രം എന്നാണെന്നറിയാമോ? ഇത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കൊണ്ട് പിശാച് പലപ്പോഴും ഈ വിഷയത്തിൽ ഒരു വലിയ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ ആ ട്രിക്ക്? കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതിനെ, കർത്താവിനെ നമ്മൾ കാത്തിരിക്കുന്നതിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യാനാ, നമ്മളെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയുന്നേ, ഒത്തിരി there are all kinds of views concerning the second coming of the Lord. And let me add this, enough views to create confusions. Okay? അതായത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള അതിനെ എങ്ങനെയും കൺഫ്യൂസ് ചെയ്യാൻ ആവശ്യമാകുന്ന സകല കാര്യങ്ങളും ഉണ്ട്. So what we should do, we shouldn't focus on the timing of the Lord. Timing is important. Timing of the coming of the Lord. ഞാൻ കുറിച്ച് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് തിങ്സ് എന്നുള്ള ഒരു ക്ലാസ് അല്ല, ഒരു സീരീസ് ഓഫ് സ്റ്റഡി എടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഈ വിഷയമൊക്കെ പരാമർശിക്കുന്നതാണ്. എന്നാൽ as far as we are concerned, we should focus on the promised fact than being concerned with the timings. അതായത് കർത്താവിൻ്റെ വരവ് എന്നുള്ളതാകുന്ന ഉറപ്പുള്ള ആ വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, ടൈമിങ്സിലല്ല. അവിടെയാണ് പിശാചിൻ്റെ കൺഫ്യൂഷൻ കൊണ്ടുവരുന്നത്. കാരണം ഈ ടൈമിങ്സിൽ പറഞ്ഞാണ് ആൾക്കാർക്ക് കർത്താവിൻ്റെ വരവിലുള്ള ആ ഇൻട്രസ്റ്റ് അങ്ങ് കുറയുന്നത്. അതിൻ്റെ കാര്യം എന്നാ? I myself have heard some of our big names, I will not name them, during Gulf War, as though the Lord is coming, everything is fulfilled now, the Lord is coming. ഗൾഫ് വാറിൻ്റെ സമയത്ത് എന്തോ ഒരു വിശദീകരണമെന്നറിയോ? അതിന് ആൾക്കൂട്ടം എപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഒരു വലിയ ഒരു സവിശേഷതയാണ് ഈ സെൻസേഷണലൈസ് ചെയ്യാമെങ്കിൽ ആൾ കൂടും. സെൻസേഷണലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിനോട് വലിയ താമസമില്ലാതെ, ഗൾഫ് വാർ എന്നായിരുന്നു ഞാൻ ഓർക്കുന്നത്, 90s ഓക്കെ, മുൻപാ. അത് കഴിഞ്ഞുടനെ അടുത്ത പ്രശ്നം വന്നതറിയോ? Y2K. I don't know you remember that. Y2K was such a hot topic in the pulpits. What will happen as a result? ഇതിൻ്റെ റിസൾട്ട് ഇതുകൊണ്ട് എന്നാ സംഭവിക്കുന്നേ? പീപ്പിൾ ലൂസ് ഇൻട്രസ്റ്റ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 2000 വർഷമായിട്ട് ഇത് കേൾക്കാൻ തുടങ്ങിയല്ലേ. ഇപ്പോൾ ഇന്നത്തെ ജനറൽ ബോഡിക്ക് ഞാനൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അതൊക്കെ വരുമ്പോൾ വരട്ടെ. മനസ്സിലായോ? ദിസ് ഈസ് ഹൗ ദ ഡെവിൾ ഓപ്പറേറ്റ്സ്. പിശാച് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാ. യു ലൂസ് ഇൻട്രസ്റ്റ് ഓൺ ദ മെയിൻ തിങ്. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടായിരുന്നു?
ബ്ലഡ് മൂൺ സെപ്റ്റംബർ 29, 2015. അന്ന് കർത്താവ് വരുമെന്നും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദിസ് ട്രിക്ക് ക്രിസ്തീയ സഭയുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ കേരള സഭ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സാഡ് എപ്പിസോഡുണ്ട്. വായിച്ചിട്ടുള്ളവർക്കറിയാം. അത് ഓർത്തിരിക്കുന്നതോ അല്ലെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളവരുണ്ട്. എന്നാൽ പലർക്കും അറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജസ്റ്റസ് ജോസഫ് എന്നാ. ഹാവ് യു ഹേർഡ് ഓഫ് ഹിം? വിദ്വാൻകുട്ടി അച്ഛൻ എന്നായിരുന്നു അദ്ദേഹം. ഒരു CMS മിഷണറി, CMS ഓർഡൈൻഡ് പ്രീസ്റ്റ് ആയിരുന്നു അദ്ദേഹം. 1837 to 18 until the last part of 19th century. That was his short life. ഈ യുസ്തൂസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് വേറെയായിരുന്നു. അദ്ദേഹം പാലക്കാട്ട് ഉള്ള ഒരു ബ്രാഹ്മൺ ഭവനത്തിൽ നിന്നും അന്ന് CMS മിഷണറിമാർ വന്നപ്പം അന്ന് കർത്താവ് അടയാളങ്ങളും അത്ഭുതം, അദ്ദേഹത്തിൻ്റെ മദറിനൊരു ഒരു വലിയ ഇൽനസ്, മരണകരമാകുന്ന രോഗം പിടിപെട്ടു. ദൈവം രോഗം അത്ഭുതകരമായിട്ട് അതിനെ സുഖമാക്കി. അങ്ങനെയാണ് ആ കുടുംബം കർത്താവിലേക്ക് വരുന്നത്. അവരുടെ മകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് ഞാൻ പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി. ഈ യുസ്തൂസ് ജോസഫ് കർത്താവിലേക്ക് വന്നു. അദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ ഈ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും നമ്മൾ പല പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാടാറുണ്ട്. ഒരു പാട്ടാ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, കേട്ടിട്ടുണ്ടോ? പിന്നെ വേറൊരു പാട്ടുണ്ട്, കാന്താ താമസം എന്തോ. ആ പാട്ട് എഴുതാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. എന്താണെന്നറിയാം? ഓമല്ലൂരീപ്പൻ എന്ന് പറയുന്ന ഒരാൾ പ്രവചിച്ചു 5 വർഷം കഴിയുമ്പോൾ ഒരു പ്രത്യേക സമയത്ത്, ഐ തിങ്ക് ഇൻ ദ 1870s, from this day onwards, within 5 years, the Lord Jesus Christ will return. That was the prophecy. You know what happened? These people, even this man, Justus Joseph, who was so zealous for the gospel, he was deceived. അതുകൊണ്ടാണ് ഈ ഡിസപ്ഷൻ എന്ന് പറയും, ഡെവിളിൻ്റെ ഡിസപ്ഷൻ ഏറ്റവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെയൊക്കെ ഡിസീവ് ചെയ്യുന്ന ആ ഡിസപ്ഷൻ. ഒടുവിൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. കാരണം അന്ന് വളരെ പബ്ലിക്കായി ആ കാര്യം. അവസാനം ഓമല്ലൂരീപ്പൻ എന്ന് പറഞ്ഞ ആൾ, ഹി കമ്മിറ്റഡ് സൂയിസൈഡ് അല്ലേ? ഓമല്ലൂരീപ്പൻ കന്നേറ്റി റിവൈവൽ, മാവേലിക്കരയ്ക്ക് അടുത്ത് കന്നേറ്റി എന്ന സ്ഥലത്ത് കന്നേറ്റി റിവൈവൽ ചർച്ച് എന്നും പറഞ്ഞ് അന്നാരംഭിച്ചു. അവരെ അറിയപ്പെടുന്നത് അഞ്ചരക്കാർ 5.5 year മൂവ്മെൻറ്റ്, അഞ്ചരക്കാർ. ഇന്നും ചില സഭകളുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ദിസ് ഈസ് ഹൗ ദ ഡെവിൾ ഡിസീവ്. that you lose interest of the main thing. You talk about the timing. So we cannot allow such things to take away the centrality and the reality of the return of the Lord. At least 2 things നമ്മൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, ഇത്രയും പറയുന്നുള്ളൂ, കാരണം ഒത്തിരി കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. അത് ഞാൻ പിന്നീട് ആ ക്ലാസ് എടുക്കുന്നതാണ്. What can we say about the absolute, what can we say about
the return of the Lord with absolute certainty. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പൂർണ്ണ ഉറപ്പോടെ എന്തൊക്കെ പറയാനായിട്ട് കഴിയും? നമ്പർ 1, it is a day that is secret. ആ ദിവസം, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് പുത്രനും കൂടെ അറിയാത്തതെന്നുള്ള വിഷയം പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം അത് നമ്മുടെ വിഷയമല്ല. ഇപ്പം അങ്ങോട്ട് ചിന്തിക്കുകയും വേണ്ട, കാരണം അങ്ങോട്ട് കയറി അങ്ങ് പോകും. ഓക്കെ, അത് മർക്കോസിൻ്റെ സുവിശേഷം 13:32. സോ ഇറ്റ് ഈസ് എ ഡേ ദാറ്റ് ഈസ് ഓൺലി known to the Father, our Lord says. According to Matthew 24, the return of the Lord Jesus Christ will be sudden. Will be sudden. It will be just another day for many of the people, especially നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്ക് ഗോസ്പൽ ചാപ്റ്റർ 17. വിൽ യു പ്ലീസ് ടേൺ വിത്ത് മീ? ഓൾദോ ഞാൻ ഇന്ന് ഇത്രയും പറയാൻ ഉദ്ദേശിച്ചല്ലെങ്കിലും വളരെ പെട്ടെന്ന് 1-2 കാര്യം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. Please read 17:26 following. How the Lord's return will be. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും നട്ടും പണിതും പോന്നു. നോക്കുക, ആ വേദഭാഗം നമ്മൾ വായിച്ചാൽ 2 ഭാഗത്തുള്ള ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 17, 26-13. ലൂക്ക് ഓർ അവർ ലോർഡ് ജീസസ്, നമ്മുടെ കർത്താവ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് റെഫേഴ്സ് ടു 2 events from the Old Testament. One is Noah's flood. Then he speaks about Lot. But what is common in both these incidents, ഈ 2 കാര്യങ്ങളിൽ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാം? ജലപ്രളയമോ തീ വന്ന് അവരെ ആകാശത്ത് നിന്ന് മുടിച്ചു കളഞ്ഞതും അല്ലെ അതിന് കാരണമായ വിഷയമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് തീ വന്നതെന്നറിയാം. പക്ഷേ ആ കാര്യമല്ല കർത്താവ് ഇവിടെ പറയുന്നത്. കർത്താവ് എന്താ പറയുന്നേ? കർത്താവ് പറയുന്നേ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ. പക്ഷേ പറയേണ്ടത് എന്തായിരുന്നു? അന്നത്തെ ഈവിളായിരുന്നു പറയേണ്ടേ. പക്ഷേ അതല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നേ? 28. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് എന്താ? തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും നട്ടും പണിതും പോന്നു. അയ്യോ, എന്നെ കർത്താവ് ആ പാപപ്രവൃത്തികളെ കുറിച്ച് പറയാഞ്ഞേ? ഇനി just see verse 26 and 27. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും So what is common there? In both places it is written, അവർ തിന്നു കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു. Is it a sin? No. Then why didn't our Lord refer to the great sin of those days? Instead he refers to the realities of life. Because we will be
engrossed in our day-to-day activities, which are not in and of themselves sinful action, we will be so engrossed in that we will lose focus of the real thing. മനസ്സിലായോ? അതാ കാര്യം. നമ്മൾ ജീവിതത്തിലെ, കാരണം നമുക്കെല്ലാത്തിനും എക്സ്ക്യൂസ് ഉണ്ടല്ലോ, ഇല്ലേ? യോഗത്തിന് വരാത്തതിന് എക്സ്ക്യൂസുണ്ട്, പ്രാർത്ഥിക്കുന്നില്ലേ അതിന് നമുക്ക് എക്സ്ക്യൂസുണ്ട്, ബൈബിൾ വായിക്കുന്നില്ലേ എക്സ്ക്യൂസുണ്ട്. ബട്ട് വി ഹാവ് നോ എക്സ്ക്യൂസ്. അല്ലേ, അതുപോലുള്ളൊരു എമർജൻസി നമുക്കുണ്ടാകണം, എങ്കിൽ മാത്രമേ നമ്മൾ ഓഫീസിൽ പോകാതിരിക്കത്തുള്ളൂ. അല്ലേ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കത്തുള്ളൂ. പക്ഷേ we have excuse for, as far as our prayer life is concerned, our fellowship is concerned, our Bible study is concerned, our regular habit of meditating the word is concerned. അത് എന്തുകൊണ്ടാണ്? ഇനി സമയമില്ലായിരുന്നു. എന്നാ സമയമില്ലാഞ്ഞേ? I was so busy. That is exactly what happened in Noah's day. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? മനുഷ്യപുത്രൻ്റെ നാളിൽ എങ്ങനെയാണ് നോഹ പെട്ടകത്തിൽ കടക്കുന്ന സമയം വരെ അവരെന്തോ ചെയ്തുകൊണ്ടിരുന്നു? They didn't have time for the things that really mattered. യഥാർത്ഥത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് അവർക്കെന്തില്ലായിരുന്നു? സമയമില്ലായിരുന്നു. സോ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പട്ടികയിൽ എഴുതി വച്ചേക്കുന്ന പാപങ്ങളല്ല, വാട്ട് നമ്മുടെ റെഗുലറായിട്ടുള്ള ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ്, ദോസ് തിങ്സ് ആർ നോട്ട് സിൻഫുൾ, ബട്ട് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഹിൻഡ്രൻസ് ഫോർ അവർ സ്പിരിച്വൽ ഗ്രോത്ത്. ഇല്ലേ? പല സന്ദർഭങ്ങളിലും അതിൽ തന്നെ പാപമല്ലാതിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ തെറ്റിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ജസ്റ്റ് അനദർ ഡേ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നേ, 2 പേര് ഒരു അതെല്ലാം അതാരായിരിക്കും എന്നൊന്നും അല്ല അവിടെ നോക്കേണ്ടത്. അതൊന്നും അല്ല അതിനകത്തെ വിഷയം. അതൊക്കെയാണ് വലിയ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ. അതാരായിരിക്കും, അതെപ്പോഴായിരിക്കും? നോ, അതല്ല അവിടുത്തെ വിഷയം. 2 പേര് കിടക്കയിലായിരിക്കും, 2 പേര്. അപ്പോൾ അത് ഒരു സമയത്ത് അതിന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്നേ കണ്ടില്ലേ പിന്നെ ഭൂമി തിരിയുന്ന അനുസരിച്ച് നൈറ്റ് ആൻഡ് ഡേ ഉണ്ടാകുമെന്നൊക്കെ. ആ ശാസ്ത്രമൊന്നും അല്ലെന്നേ അവിടെ എഴുതിയേക്കുന്നേ. അത് ശാസ്ത്രമൊന്നും അല്ലത്. ഇറ്റ് ഈസ് സിമ്പിൾ പ്ലെയിൻ തിങ് ദാറ്റ് ഇറ്റ് വിൽ ബി എ ഡേ ഓഫ് സെപ്പറേഷൻ. ഇറ്റ് വിൽ ബി എ unexpected and people will be unprepared. അതാ അവിടുത്തെ വിഷയം. They will never expect. അവർ അപ്രതീക്ഷിതമായിരിക്കുമ്പോൾ കർത്താവ് വരും. അപ്പം നമ്മൾ ചിന്തിക്കും, വാട്ട് അബൌട്ട് അതർ സയൻസ്? ഉണ്ട്, സയൻസ് ഉണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വിശദീകരിക്കും. ഓക്കെ. So it will be just another day. It will be all our routines will be as usual. I think there will be wedding planned for the day. I think even some men would have dedicated themselves to missionary work and they were maybe preparing for that on that day. But unexpected ആയിരിക്കും, സഡൻ ആയിരിക്കും. Then thirdly, it will be spectacular.
കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നെ മിന്നൽ ആകാശത്ത് നിന്ന് കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് ഇറ്റ് ഈസ് ലൈക്ക് എ ലൈറ്റ്നിങ്. അപ്പം നമ്മുടെ വേറൊരു ചിന്ത വരും, രഹസ്യവരവില്ലേ പരസ്യവരവില്ലേ. അതാ ഞാൻ പറഞ്ഞത്, ദർ ആർ സോ മച്ച് വ്യൂസ്. തൽക്കാലം അതൊന്ന് മാറ്റി വെക്കുക, രണ്ടും മാറ്റി വെക്കുക. ബട്ട് വാട്ട് ഡസ് ദ ബൈബിൾ സ്പീക്ക്? ഇറ്റ് വിൽ ബി എ glorious day. It will be a day of glory. That's what the Bible. അതാ നമ്മുടെ പ്രത്യാശ എന്നാ തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. എന്താ നമ്മുടെ പ്രത്യാശ? മഹാദൈവവും Titus 2 verse 12 or 13. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നമ്മുടെ ഭാഗ്യകരമാകുന്ന പ്രത്യാശ എന്താ? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് നമ്മുടെ ഭാഗ്യകരമാകുന്ന പ്രത്യാശ എന്ന് അപ്പോൾ പറയുന്നത്. തേജസ്സിന്റെ ഇറ്റ് വിൽ ബി സ്പെക്ടാക്കുലർ. Okay, sudden, unexpected, spectacular. It is a day known only to the Father. It will be a day of separation. All those things are there in the Bible. So, രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ ഇന്ന് സമയമില്ല, ഞാൻ സാരമില്ല, കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, അറ്റ്ലീസ്റ്റ് we should take away at least two things very, very importantly. രണ്ട് കാര്യങ്ങൾ, two implications. Number one, moral purity. Why do I say that? 1 John 3:3. 1 യോഹന്നാൻ 3:3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. So how do you know, or how do I know, or I can tell that somebody is really keen for the return of the Lord? We can know that by the way we live. അല്ലേ? നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് whether we expect the Lord's return or not. How do I live? It is not by my preaching. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നുകൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാ? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം 1 John 3:3. Okay. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം and everyone who thus hopes in him purifies himself as he is pure. ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഏതാ? രണ്ടാമത്തെ വാക്യം. What is this hope? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മൾ മനസ്സിലാക്കണം, nobody is given a blueprint of how eternity will be. Don't believe a word of those literature. A day in the hell, a day in heaven. Don't believe it. ഒരു ദിവസം നരകത്തിൽ, ഒരു ദിവസം സ്വർഗത്തിൽ, അങ്ങനൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാനായിരുന്നുണ്ടേ എൻ്റെ ചിന്തയിൽ പൗലോസിൻ്റെ കൊടുക്കുമായിരുന്നു. കാരണം Pauline, he could have very well explained it with all his knowledge. He has got such a richness of vocabularies. He could have explained it very well. But when he was given a vision, or rather, he says he was. And he says that person was taken to the third heaven, and he does, I don't know how, I am not permitted to tell anything.
അവൻ അത് പറയാൻ അവനെ എന്ത് ചെയ്തിട്ടില്ല. He could have told that, but the Lord would not let Apostle Paul describe it, because that is beyond description. Number one, we will not understand that, even if he did. So, ഇവിടുത്തെ രീതി വെച്ചിട്ട് സ്വർഗത്തെ നമ്മളാരും എന്ത് ചെയ്യില്ല, നിത്യതയെ അളക്കരുത്. അങ്ങനെ അല്ല, അത് ഇമ്പോസിബിളാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വട്ടുപിടിച്ച ഒരുത്തൻ സ്വർഗത്തെ വിവരിച്ചേക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ അങ്ങ് നിൽക്കുകയില്ല. ഓക്കെ, അപ്പം അതാണ് അവരുടെ സ്വർഗം. അതുപോലൊരു സ്വർഗത്തെ സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അങ്ങനല്ല സ്വർഗം. Beloved, we are God's children now, and what we will be has not yet appeared. Even when Apostle John was given a series of vision of heaven, that vision was given not in plain language but in symbolic language. ഇല്ലേ? ആ വലിയ വെളിപ്പാട് കൊടുത്തപ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞേക്കല്ലായിരുന്നു. പിന്നെ എന്താണെന്നറിയാമോ? സിംബോളിസമാണ് ഉപയോഗിച്ചേക്കുന്നത്, പ്രതീകാത്മകമാകുന്ന ഭാഷയാണ് ത്രൂ ഔട്ട് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതീകാത്മകമാകുന്ന ഭാഷയെടുത്ത് പിന്നെ എങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാമല്ലോ. പിന്നെ തോന്നിയ പോലെ അങ്ങ് വ്യാഖ്യാനിക്കുക. എന്നോ തോന്നുന്നു, ഞാനും I too had my fair share of those books in the olden times. എന്താ പറയുന്നത്, The Great Late, Planet Earth, and so on and so forth. And that author told me, എന്താണെന്നറിയാമോ, ഇത് ആ തേളെന്ന് പറഞ്ഞാൽ റഷ്യൻ ഹെലികോപ്റ്റർ. ഓ, എന്നോ വെളിപ്പാടല്ലേ. I don't know, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നറിയാം. Beloved, we are God's children now. എന്നോ അറിയാം, ഒരു കാര്യം ഉറപ്പാണ്. എന്നാ ഉറപ്പ്? നമ്മൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പിന്നെ എപ്പോഴാണ് അത് പ്രത്യക്ഷമാകുന്നതെന്നറിയാമോ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അന്നേ അറിയത്തുള്ളൂ. ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാവുണ്ട്. അവനോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമാകുമെന്നല്ല. We will be conformed completely to the image of Christ. Now we are being conformed every day. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക. അതുകൊണ്ടാണ് പറയുന്നത്, ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, we should and we must conquer what we were slaves to earlier. അല്ലേ? ആദ്യം ഉണ്ടായിരുന്നത് പോലെ അല്ല. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിനെല്ലാം വ്യത്യാസം വരണം. ക്രിസ്തുവിനോട് നമ്മൾ എന്ത് ചെയ്യുക? അനുരൂപപ്പെടുക. ഫൈനലി എന്തോ സംഭവിക്കുന്നറിയാമോ? ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്. അവനോട് നാം അവനെ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഒരു പാട്ടുണ്ടല്ലോ, പിന്നെ ആ പാട്ട്, ആ ഒരു വരി ഒഴിച്ചാൽ നല്ല പാട്ട് എന്നറിയോ? ഞാനും ചേർന്ന് പാടും അത് ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അവിടെ ഏതർത്ഥത്തിൽ അവിടെ ദൂതന്മാരെ പോലെ ആകുമെന്ന് പറഞ്ഞേക്കുന്നതെന്നുള്ളത് അവിടെ വായിച്ചാൽ അറിയാം. ഞാനും ചേർന്ന് പാടും ഞാൻ ആ വരി വരുമ്പോൾ പാടാറില്ല. കാരണം ദൈവവചനം നമ്മളോട് പറയുന്നത് നമ്മൾ കർത്താവിനോട് സദൃശ്യം, വി വിൽ ബി കൺഫോംഡ്. ഇപ്പം നമ്മൾ ആ ഒരു സാദൃശ്യപ്പെടലിനുള്ളതാകുന്ന താല്പര്യവും വാഞ്ചയും ഇങ്ങനെ എടുക്കുക. ഇറ്റ് ഗിവ്സ് അസ്, എന്താ പറയുന്നേ, നമ്മൾ പലപ്പോഴും ഞരങ്ങുകയാണ്.
Oh Lord, I couldn't do that. I couldn't be conformed in that area. Lord, please. ഒരു ട്രൂ ചൈൽഡ് ഓഫ് ഗോഡിന് ആ വേദന ഉള്ളിലുണ്ടാകും കേട്ടോ. ലോർഡ്, oh, how did I behave that way? Why did I say that? I couldn't control. Lord, please help me. See, ഇല്ലേ, അതുണ്ടാകും. പക്ഷേ there will come a day these things will be gone. We will be completely, fully conformed to our Lord Jesus Christ. Oh, what a day it will be, അല്ലേ? എന്തോ ഒരു ദിവസമായിരിക്കും അത്. ആ ഒരു പ്രത്യാശയാണ് നമ്മുടെ ഹൃദയം നിറയറ്റുന്നേ കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. വി ഷുഡ് ഓൾവേസ് ലിവ് ഇൻ ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ ലോർഡ്സ് കമ്മിങ്. Always, every day. So, number one, how do we know I truly believe in the second coming of the Lord? I can tell for sure by the way I live, the way I deal with things, the way I speak with my dear ones, even to the outside world. How do I deal? Am I fair? Am I truthful? I can tell that. ഞാൻ പറയുന്നത് നമ്മളാരും ഒരു ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആവുമെന്നല്ല ഞാൻ പറയുന്നത്, ലീഗലിസവും അല്ല പറയുന്നത്. ബട്ട് ദർ വിൽ ബി എ ലോങ്ങിങ് ഡീപ്പ് വിതിൻ. ലോർഡ്, പ്ലീസ് കൺഫോം മീ പ്ലീസ് ടു ദ ഇമേജ് ഓഫ് യുവർ സൺ. എവ്രി ഡേ, ഓരോ ദിവസവും. സോ ഹൗ ഡു ഐ നോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്സ് റിട്ടേൺ? The way I groan inside and the way I behave. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ number one implication of the coming of the Lord is moral purity, sanctification. 2, evangelism. അതും ഇമ്പോർട്ടൻ്റാണ്, ഇവാഞ്ചലിസം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണ്ടേ. കർത്താവിൻ്റെ വരവിന് വേണ്ടി അങ്ങനെയാണ് ഒരുങ്ങണ്ടേ. നമ്മുടെ ഫോക്കസ് എപ്പോഴും അതിന് പകരം നമ്മൾ എന്താ പറയുന്നത്, ഈ വലിയ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് ഇങ്ങനെയാണ്, അത് കഴിയുമ്പോൾ ഇങ്ങനെ. ആരോ ഒരു ലോങ് ടൈം അഗോ ഐ റെഡ് ഇൻ എ കമൻട്രി, അദ്ദേഹം, I don't know if it was Warren Wiersbe or somebody, Bible Knowledge Commentary, I suppose. അദ്ദേഹം പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് കമൻറ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെ, I don't want to be in the program committee of the coming of the Lord. എനിക്ക് പ്രോഗ്രാം കമ്മിറ്റി മെമ്പറൊന്നും ആകണ്ട. I want to be in the receiving committee. വെൽക്കം ചെയ്യുന്ന ആ കമ്മിറ്റിയിലെ മെമ്പറായാൽ മതി. പ്രോഗ്രാം കമ്മിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന്. സി, ദാറ്റ് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്. എന്തിനാ ഒരുപാട് വ്യൂസ് പറഞ്ഞ് അടിയുണ്ടാക്കുന്നത്? ആരെങ്കിലും ഒരു വ്യൂ പറഞ്ഞാൽ ഉടനെ അടിസ്ഥാനപരമാകുന്ന വിഷയത്തിലല്ല കേട്ടോ. അടിസ്ഥാനപരമാകുന്ന വിഷയത്തിൽ ഡിഫർ ചെയ്യുന്നവനെ മാറ്റി നിർത്തണം, അവരെ കൈക്കൊള്ളരുത്. അതെന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം, ഇന്ന് നമുക്ക് സമയമില്ല. കാരണം അടിസ്ഥാന ഉപദേശം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഗോഡ് വില്ലിംഗ് വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. I think, God willing, after this James epistle, we will learn from the Bible what is God's triunity. ഇച്ചിരി ഹാർഡായിട്ടുള്ള സബ്ജക്റ്റാണ്, ബട്ട് ഐ വിൽ make it as understandable I can. Only God's Holy Spirit can make it clear to you, but I will tell you what the Bible says. ഓക്കെ, അത് നെക്സ്റ്റ് സബ്ജക്റ്റ് അതായിരിക്കും ദൈവം അനുവദിച്ചാൽ. ഗോഡ് വില്ലിംഗ്, ദാറ്റ് ഈസ് ഇഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ടാരീസ്. ബട്ട് ഇഫ് ഹി കംസ്, ലെറ്റ് us be ready for his coming. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സൗരഭ്യമല്ലൊരാൾക്ക് ദയവായിട്ട്, കർത്താവിൻ്റെ ദാസൻ ദയവായിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കാം.